ഫ്ലൂയിഡ്സിൻ്റെ പ്രത്യേകിച്ച് ലിക്വിഡ്സിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ആയിരുന്നല്ലോ സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഈ കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാപ്പിലറി റൈസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. ഒരു ലിക്വിഡിനകത്തേക്ക് ഒരു ചെറിയൊരു കാപ്പിലറി ട്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോള് വളരെ ഫൈൻ ഹോളുള്ള ഒരു കാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കുമ്പോൾ ലിക്വിഡ് ഈ ട്യൂബിലൂടെ മുകളിലോട്ട് അല്പം ഹൈറ്റ് വരെ ഉയരുന്നു. ഈ ഒരു ഫിനോമിനനാണ് കാപ്പിലറി റൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കണ്ടില്ലേ, ഇതാ കാപ്പിലറി ട്യൂബ് ഇറക്കി വെക്കുകയാണ്. അതാ ലിക്വിഡ് മുകളിലോട്ട് വരുന്നത് കണ്ടല്ലോ. ഇനി ഈ കാപ്പിലറി ട്യൂബിന് പകരം കുറച്ചും കൂടി ഫൈൻ ബോറുള്ള മെലിഞ്ഞ, അതായത് നാരോ കാപ്പിലറി ട്യൂബ് വെക്കുമ്പം കാപ്പിലറി റൈസ് അല്പം കൂടി കൂടിയത് കാണുന്നില്ലേ? ഇത് കാപ്പിലറി റൈസ് അല്പം കൂടി കൂടുതൽ കാണുന്നുണ്ട്. ഇവിടെ ഇതിനെ അപേക്ഷിച്ച് ഈ ട്യൂബിൻ്റെ ഡയമീറ്റർ അല്പം കൂടുതലാണ്, എന്നാൽ ഇതിന് അല്പം കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഫൈൻ ബോർ ആവുന്ന സമയത്ത് ഫൈൻ ട്യൂബാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാപ്പിലറി റൈസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ലിക്വിഡിൻ്റെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ഒരു കോൺകേവ് ഷേപ്പിലാണ്, അതുണ്ട്, ഒരു കോൺകേവ് ഷേപ്പിലാണ് ഈ ഒരു റീജിയൻ, അതിന് മിനിസ്കസ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ കാപ്പിലറി റൈസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. ഈ ഫിനോമിനന് കാരണം സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷനിൽ തന്നെയുള്ള ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഈ കാപ്പിലറി ട്യൂബ് ഒരു ലിക്വിഡിൽ മുക്കി വെക്കുമ്പം എപ്പോഴും കാപ്പിലറി റൈസ് തന്നെയാണ് ഉണ്ടാവുക? അല്ല, എപ്പോഴും കാപ്പിലറി റൈസ് ആവണമെന്നില്ല. ഇത് നോക്കൂ, ഇപ്പോൾ ഇത് മെർക്കുറിയാണ്. ഈ ബോട്ടിലിൽ മെർക്കുറി ഉണ്ട്. ആ മെർക്കുറി ഉള്ള ബോട്ടിലിനകത്തേക്ക് ഒരു കാപ്പിലറി ട്യൂബ് ഇറക്കി വെച്ചപ്പോൾ സംഭവിച്ചത് നോക്കൂ. ഇതായിരുന്നു നമ്മുടെ ആ മെർക്കുറിയുടെ ലെവൽ. ഇതാണ് മെർക്കുറിയുടെ ലെവൽ. പക്ഷേ ഈ കാപ്പിലറി ട്യൂബിനകത്ത് മെർക്കുറി ഇവിടെ വരെ ഉള്ളൂ. അതായത് കാപ്പിലറി റൈസ് അല്ല ഉള്ളത്, കാപ്പിലറി ഫാളാണ് സംഭവിച്ചിരിക്കുന്നത്. കാപ്പിലറി ആക്ഷൻസ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് കാപ്പിലറി റൈസ് ആണ് ഉള്ളതെങ്കിൽ മെർക്കുറിയിൽ കാപ്പിലറി ഫാളാണുള്ളത്, അഥവാ ഒരു കാപ്പിലറി ഡിപ്രഷൻ എന്ന് വേണേൽ പറയാം. ഒരു കാപ്പിലറി ഫാളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാപ്പിലറി റൈസിന് പകരം എന്തുകൊണ്ട് കാപ്പിലറി ഫോൾ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇത് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയതുകൊണ്ട് കാപ്പിലറി ഫോൾ സംഭവിച്ചതിൻ്റെയൊക്കെ വ്യക്തമായ റീസൺ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് കാപ്പിലാരിറ്റി എന്ന് ജനറലി പറയുമ്പം കാപ്പിലറി റൈസ് മാത്രമല്ല കാപ്പിലറി ഫോളും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഡെഫിനിഷൻ കൊടുക്കാം. കാപ്പിലാരിറ്റി: the phenomenon of rise or fall of a liquid through a tube of very fine bore is called capillarity. അപ്പോൾ ഇനി നമ്മൾ കാപ്പിലാരിറ്റി, അതായത് ഒരു ഗിവൺ സർഫസ് ടെൻഷൻ ഉണ്ട്, കാപ്പിലറി ട്യൂബിന് റേഡിയസ് തന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ എത്രയാണ് കാപ്പിലറി റൈസ്, ഇനി അഥവാ കാപ്പിലറി റൈസ് അല്ല കാപ്പിലറി ഡിപ്രഷനാണോ എങ്കിൽ എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലേക്ക് പോകേണ്ടതുണ്ട്, അതിൻ്റെ കറക്റ്റ് ഫിസിക്സിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കടക്കുകയാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാപ്പിലറി ട്യൂബിൻ്റെ വളരെ ഫൈൻ ബോറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. എന്നാലേ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും അതുപോലെ വിശദീകരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മിനിസ്കസ് അല്ലേ? ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കൂ, കണ്ടില്ലേ? ഈ ഒരു കോൺകേവ് ഷേപ്പുള്ള മിനിസ്കസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ കോൺകേവ് ഷേപ്പുള്ള ഈ മിനിസ്കസ് എന്ന് പറയുമ്പോൾ വാട്ടറും സോളിഡ് സർഫസ് തമ്മിൽ കോണ്ടാക്റ്റ് ഇരിക്കുന്ന ഈ ഭാഗത്ത് നോക്കൂ, ഈ ഒരു ലിക്വിഡ് സർഫസിന് ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടാൻജൻഷ്യൽ വരച്ചിരിക്കുന്നു. അവിടെ ഈ ടാൻജൻറ്റും സോളിഡ് സർഫസും തമ്മിലുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് കോൾഡ് ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഇനി ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഒരു ആംഗിളും തീറ്റ തന്നെയായിരിക്കും. അത് പ്യുവർ ജോമെട്രീൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത് മൊത്തം ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. സോ ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ആൾസോ തീറ്റ. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ട്യൂബിൻ്റെ റേഡിയസ് എ ആണ്, സ്മോൾ ലെറ്റർ എ ആണ്. അതേസമയം ഈ കോൺകേവ് മിനിസ്കസിൻ്റെ റേഡിയസ് ആർ ആണ്. ഈ കോൺകേവ് മിനിസ്കസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ഇതൊരു സ്ഫിയറിൻ്റെ ഭാഗമാണ്. ആ സ്ഫിയറിന് ഒരു റേഡിയസ് ഉണ്ട്, അതാണ് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. അത് ആറാണ്. ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദിസ് കോൺകേവ് മിനിസ്കസ്. അപ്പോൾ ഈ ആറും എയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുമോ? വളരെ ക്ലിയർ. ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റ സ്ഥിതിക്ക് ആറും എയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇവിടെ എന്താണ് കോസ് തീറ്റ is equal to adjacent side by hypotenuse അല്ലേ. സോ കോസ് തീറ്റ is equal to a by r ആയിരിക്കും ഉണ്ടാവുക. കോസ് തീറ്റ is equal to a by r ആണെങ്കിൽ r cos theta is equal to a ആയിരിക്കില്ലേ. സോ ദിസ് റിലേഷൻ r cos theta is equal to a. r cos theta is equal to a എന്ന് പറയാം. ഇനി അഥവാ r equal to a by cos theta എന്ന് പറയാം. എന്തായാലും ദിസ് ഇസ് ദ റിലേഷൻ. ഇങ്ങനെ റിലേഷൻ കിട്ടിയാൽ അത് അങ്ങോട്ടും തിരിച്ചു മറിച്ച് പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ശരി, ഇനി ഇവിടെ ഈ കാപ്പിലറി റൈസിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷൻ പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സ്ഫിയറിൻ്റെ പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എയർ ബബിൾ ഈ ലിക്വിഡിനകത്ത് ഒരു എയർ ബബിൾ ഫോം ചെയ്തിരുന്നെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഒരു എയർ ബബിൾ ഫോം ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ഇങ്ങനൊരു എയർ ബബിൾ ഫോം ചെയ്തിരിക്കുന്നു. എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഒരു ലിക്വിഡിനകത്ത്. ഇങ്ങനെയുള്ള ഒരു ലിക്വിഡിനകത്ത് ഒരു എയർ ബബിൾ ഫോം ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ലിക്വിഡാണ്. ഈ ലിക്വിഡിനകത്താണ് ഇങ്ങനൊരു എയർ ബബിൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ ഏകദേശം ഇതുപോലെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇവിടെ കാണിക്കുന്ന അതേ സെക്ഷനാണ് ഇവിടെയുള്ളത് അല്ലേ. സോ ഇവിടെയുള്ള ഈ പ്രഷറിന് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നത് പ്രഷർ ഇൻസൈഡ് ദി ബബിൾ PI ആണ്. ഔട്ട്സൈഡ് പ്രഷർ ഔട്ട്സൈഡ് PO എന്നും കാണിച്ചിരുന്നു. സോ PI ആൻഡ് PO അല്ലേ. സോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു പ്രഷർ ഇൻസൈഡ് ദിസ് ബബിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി പ്രഷർ ഔട്ട്സൈഡ് അല്ലേ. അത് മനസ്സിലാക്കിയ കാര്യമാണ്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം PI മൈനസ് PO ഇസ് ഈക്വൽ ടു 2S/R. നമുക്കറിയാവുന്ന കാര്യമാണ് PI മൈനസ് PO is equal to 2S/R. സോ എവിടുത്തെ പ്രഷറാണ് കൂടുതൽ? ഇതിനുള്ളിലത്തെ പ്രഷറാണ് കൂടുതൽ. ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിയൽ സിറ്റുവേഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തുള്ള പ്രഷറാണ് ഇവിടുത്തെ PI എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ PA എന്ന് എഴുതാം. PA മൈനസ് ഈ PO എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇത് PC ആണ്. PC is equal to 2S/R. അപ്പോൾ അതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ C എന്ന പോയിന്റിലുള്ള പ്രഷർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം PC is equal to PA മൈനസ് 2S/R എന്ന് എഴുതിക്കൂടെ. PC is equal to PA മൈനസ് 2S/R എന്ന് പറയാം. ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് the pressure just below the concave surface will be less by 2S/R than the pressure just above the surface അല്ലേ. അതായത് പ്രഷർ ജസ്റ്റ് ബിലോ ദി കോൺകേവ് സർഫേസ് ഈസ് ലെസ് ബൈ 2S/R. അതായത് ഇവിടെ ഉള്ളതിനേക്കാളും 2S/R പ്രഷറാണ് അറ്റ് ദി പോയിൻറ്റ് സിയിലുള്ളത്. ഔട്ട്സൈഡ് ദി പ്രഷറും പ്രഷർ അറ്റ് എ ഒക്കെ സെയിം ആണ്. അത് എത്രയാണ്? പ്രഷർ അറ്റ് എ is equal to അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുകൊണ്ട് നമുക്ക് പറയാം പ്രഷർ അറ്റ് C is equal to PA മൈനസ് 2S/R എന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെ, സെയിം സാധനം തന്നെയാണ്. ഇത് തന്നെയാണിത്. അതായത് പ്രഷർ അറ്റ് C is equal to PA മൈനസ് 2S/R. ദാറ്റ് ഈസ് ദി പ്രഷർ അറ്റ് C. ഓക്കെ, ഇനി പ്രഷർ അറ്റ് B, അതായത് ഈ പോയിന്റിൽ പ്രഷർ അറ്റ് B, ഇവിടെയുള്ള ഈ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ അറ്റ് C പ്ലസ് HρG ആണ്. കണ്ടില്ലേ, ഇതാണ് C എന്നുള്ള പ്ലസ് HρG. ഈ ഒരു ഹൈറ്റ് അതാണ് H എന്ന് പറയുന്നത്. പ്രഷർ അറ്റ് C പ്ലസ് HρG അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രഷർ അറ്റ് B is equal to പ്രഷർ അറ്റ് C പ്ലസ് HρG. അത് തന്നെ നമുക്കിങ്ങനെ എഴുതാം. പ്രഷർ അറ്റ് C എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ. അതായത് PA മൈനസ് 2S/R പ്ലസ് HρG എന്ന് കാണിക്കാം. ഇനി പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും സെയിം ആണ്. കാരണം ഇത് ഒരേ ഹൊറിസോണ്ടൽ ലെവലാണ്. പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും സെയിം ആണ്. അപ്പോൾ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. അപ്പം പ്രഷർ അറ്റ് എക്ക് പകരം നമുക്ക് PA എന്ന് കൊടുക്കാം. PA is equal to പ്രഷർ അറ്റ് ബി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത്. ഇത് ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ PA is equal to PA മൈനസ് 2S/R പ്ലസ് HρG എന്ന് വരും. അപ്പോൾ ഇവിടെ PM ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 is equal to മൈനസ് 2S/R പ്ലസ് HρG. അഥവാ ഈ മൈനസ് 2S/R ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ 2S/R is equal to HρG എന്ന് വരും. അപ്പോൾ 2S/R is equal to HρG എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് H is equal to എന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാമെങ്കിലും അത് ഇൻ ടേംസ് ഓഫ് R ആയിരിക്കും. R എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി കോൺകേവ് മിനിസ്കസ് അല്ലേ. നമുക്കതല്ല വേണ്ടത്. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസിൻ്റെ ടേമിലുള്ള ഒരു എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻ ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻ നമ്മൾ അവിടെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കൂ. റൈറ്റ് സൈഡിൽ എഴുതാം. we have r cos theta is equal to a, therefore r equal to a by cos theta.
ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു എ ബൈ കോസ് തീറ്റ എന്നുള്ളത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2s ആറിൻ്റെ സ്ഥാനത്ത് എ ബൈ കോസ് തീറ്റ കൊടുത്താൽ 2s കോസ് തീറ്റ ബൈ എ ബൈ കോസ് തീറ്റ നേരെ ന്യൂമറിലേക്ക് വരുന്നു. 2s കോസ് തീറ്റ ബൈ എ ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. ദെർഫോർ എച്ച് ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ബൈ എ റോ ജി. ദാറ്റ്സ് ഇറ്റ്. എച്ച് ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ റോ ജി എന്ന് വന്നു. റെഡി? ദിസ് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ദി കാപ്പിലറി റൈസ്. ഇനി ഇവിടെ തന്നെ ആലോചിച്ച് നോക്കൂ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോസ് തീറ്റ അല്ലേ? ഈ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവാണ്. അതേസമയം തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവ് വാല്യൂ ആവും. അപ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അതായത് കാപ്പിലറി റൈസ് അല്ല ഉണ്ടാവുക, കാപ്പിലറി ഫോൾ ആണ് അവിടെ സംഭവിക്കുക. എനിവേ, ദിസ് ഇസ് ദി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദി കാപ്പിലറി റൈസ് ഓഫ് എ ലിക്വിഡ് ത്രൂ എ കാപ്പിലറി ട്യൂബ് ഓഫ് റേഡിയസ് എ. ആ ലിക്വിഡിൻ്റെ റേഡിയസ് ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോയും പിന്നെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയും സർഫസ് ടെൻഷൻ എസ്സുമാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ കൂടുതലാണ് എങ്കിൽ കാപ്പിലറി റൈസ് കൂടുതലാണ്, റൈസ് ഓർ ഫോൾ എന്തായാലും അത് കൂടുതലായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് ടെൻഷൻ, ദെൻ ഓഫ് കോഴ്സ് ദി ആംഗിൾ ഓഫ് കോൺടാക്ട്, ദെൻ ഡെൻസിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എവരിത്തിങ്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇതിൽ തന്നെ പലപ്പോഴും ചില എക്സാമിനേഷൻ ഒരു ചോദ്യം വരാറുണ്ട്. ഇപ്പോൾ കാപ്പിലറി റൈസിന് സപ്പോസ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ കാപ്പിലറി റൈസ് സാധ്യമാവുന്ന ഒരു ലിക്വിഡാണുള്ളത്. പക്ഷേ അത്ര ഹൈറ്റ് ഇല്ലെങ്കിലോ ട്യൂബിന്, അതായത് നമ്മളെ കാപ്പിലറി ട്യൂബിന് ഇൻസഫിഷ്യൻറ്റ് ലെങ്ത് ആണ് ഉള്ളത്. കാപ്പിലറി റൈസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഹൈറ്റിനേക്കാളും കുറഞ്ഞ ഹൈറ്റുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഓവർഫ്ലോ ഉണ്ടാവുമോ? ഇല്ല, ഓവർഫ്ലോ ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്താ അവിടെ ഓവർഫ്ലോ ഉണ്ടാവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ അതേപോലത്തെ ഇവിടം വരെയാണ് ലിക്വിഡ് എത്തിയതെങ്കിൽ അതിനുശേഷം എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് പോർഷൻ, ഈ കോൺകേവ് ഷേപ്പ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റ് സർഫസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് നോ കാപ്പിലറി റൈസ്. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ലെങ്ത് ഉള്ള ട്യൂബാണ് കാപ്പിലറി ട്യൂബായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കാപ്പിലറി റൈസ് കാരണം ഓവർഫ്ലോ ഒന്നും സംഭവിക്കില്ല. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാപ്പിലറി റൈസിൻ്റെയും ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. അറിയാം, ഒരു വിളക്ക് തിരിയിലൂടെ ഈ വിളക്കെണ്ണ മുകളിലോട്ട് കത്തുന്ന പോർഷനിലേക്ക് കയറുന്നതും കാപ്പിലറി റൈസ് കൊണ്ടാണ്. ഇനി ഭൂമിക്കടിയിലുള്ള വെള്ളം സർഫസിലേക്ക് വരുന്നതും ഈ കാപ്പിലറി റൈസ് കൊണ്ടാണ്. അപ്പോൾ ഈ കാപ്പിലറി റൈസ് കാരണം ചിലപ്പം വേനൽക്കാലത്ത് അടിയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്ന് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മഴയൊക്കെ പോയി വേനലൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മണ്ണിൻ്റെ മുകൾ ഭാഗം അത് കിളച്ചിടുന്നത്. അങ്ങനെ കിളച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കാപ്പിലറി ട്യൂബ് ഫോം ചെയ്യുന്നതിൻ്റെ സാധ്യത കുറയുമല്ലോ. ഫൈൻ ഹോൾസ് ഉണ്ടാവില്ല, വലിയ ഹോളായി പോകും. അപ്പം ഈ വെള്ളത്തിന് അത്ര മുകളിലോട്ട് ഉയരാൻ പറ്റില്ല. അപ്പോൾ അടിയിലുണ്ടാവുകയും ചെയ്യും, അത് സസ്യങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് വെള്ളത്തിൽ തട്ടി ആവിയായിട്ട് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതിനൊരു കൃത്യമായൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു സർഫസ് ടെൻഷനും ക്ലീനിങ് ആക്ഷനുമായിട്ടുള്ള കണക്ഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഡിറ്റർജൻറ്റ്സ് ആൻഡ് സർഫസ് ടെൻഷൻ, അതിന് നിങ്ങൾ ഈ ഒരു ജസ്റ്റ് വീഡിയോ കണ്ടാൽ മാത്രം മതിയാവും. എന്ന് പ്ലേ ചെയ്യാം. You see these dirty clothes having grease and all stains? Have you ever wondered how they are cleaned using detergents? I mean, what the exact process is? Let's try to understand it. When you wash the clothes merely with water, the grease stains are not removed. Why? Because the surface tension of the water-oil interface is very high. So there is very little area of contact between water and greasy dirt molecules. And so, water does not wet the greasy dirt. Now somehow, if water could wet grease, the flow of water could carry some grease away. Now something of this sort is achieved through detergents. The molecules of detergents are hairpin shaped. The heads of these hairpin-shaped molecules get attracted to water, whereas their tails, or also known as the inert ends, they get attracted to molecules of grease, oil, or it could be some of the dirt. So when the detergent is added to water, the tails of the detergent molecules get attracted to the water-dirt boundary. Therefore, the inert ends surround the greasy dirt molecules. Now, what does this do?
This drastically reduces the surface tension of the water-oil interface. Now, the dirt molecules get easily dislodged by the moving water, and they are held suspended in water surrounded by the soap molecules, and you have clean clothes. അപ്പോൾ ഇതാണ് സർഫസ് ടെൻഷനും ക്ലീനിങ് ആക്ഷനും തമ്മിലുള്ള റിലേഷൻ. അത് ഞാൻ വാക്കുകളിലൂടെ പറയുന്നതിനേക്കാളും വളരെ ക്ലിയറാണ് ഈ വീഡിയോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുക, ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നതും. അപ്പോൾ ഇതോടെ നമ്മുടെ ഫ്ലൂയിഡ്സ് എന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ശരി.